ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചാനലിലിട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. അപ്പോൾ അത് കേട്ടിട്ടില്ലാത്തവർ അത് കേട്ടിട്ട് ഈ ബാക്കി കേൾക്കണേ. നിൻ്റെ ഉപ്പ മരിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ചത്, അതെനിക്കറിയാം. നിൻ്റെ ഈ കൊച്ചാപ്പ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ്. സ്വന്തം ഉമ്മ കൂടെയുണ്ട് എന്ന് പോലും അയാൾക്ക് ചിന്തയില്ല. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ പണം മുഴുവൻ തീർന്നു. നിൻ്റെ കൊച്ചാപ്പ ഇടയ്ക്ക് വരും. ഒരു നോട്ടത്തിലോ വാക്കിലോ പോലും മോശമായി എന്നോട് പെരുമാറിയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ കിടന്നുറക്കം വരാത്ത ഞാൻ ഇക്കയോട് പണം ചോദിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആ രാത്രി നിൻ്റെ കൊച്ചാപ്പയുടെ റൂമിലേക്ക് പോയി. അയാൾ കള്ളു കുടിച്ചിരിപ്പായിരുന്നു. എന്താ താത്ത ഈ സമയത്ത്? ഇക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഇത്ത? എന്താണെങ്കിലും ചോദിച്ചോളൂ. അത് കുറച്ച് പണം തന്ന് സഹായിക്കാൻ പറ്റുമോ ഇക്കായ്ക്ക്? പണമോ? അതെ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി. 8ാം ക്ലാസ് തോറ്റത്തേക്ക് എന്ത് ജോലി കിട്ടാനാണ്? ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതാണ്. എനിക്ക് വെറുതെ പണം കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാസാമാസം ജീവിക്കാനുള്ള പണം ഞാൻ തരും. പക്ഷേ അതിനു പകരം എന്താണിക്ക? ഇത്തയുടെ ശരീരം എനിക്ക് വേണം. ഇക്ക, ഞാൻ കുറച്ച് ശബ്ദത്തിൽ അലറി. ഒച്ച വയ്ക്കണ്ട. ഇക്ക കെട്ടിക്കൊണ്ട് വന്നപ്പോൾ മുതലുള്ള ആഗ്രഹമാണ്. ഇക്ക മരിച്ചപ്പോൾ ഞാൻ കരുതി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമെന്ന്. അപ്പോഴേക്കും എവിടെയും ഇല്ലാത്തൊരു പതിവ്രത. ഇങ്ങനെ ഒരു അവസരത്തിനാണ് ഞാൻ കഴിഞ്ഞ 5 വർഷം കാത്തിരുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വിഷമായിരുന്നു? നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി. ബലമായി എനിക്ക് മുന്നേ ആകാമായിരുന്നു. പക്ഷേ എനിക്ക് സ്വമനസാല വേണം. ഞാൻ നിങ്ങളുടെ ഇക്കയുടെ ഭാര്യയാണ്. അതിലപ്പുറം സുന്ദരിയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ. ചത്താലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഭാര്യയായി കഴിയുക. ആരും അറിയില്ല, ആർക്കും സംശയവും ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് ചത്താലും നിങ്ങൾക്ക് എന്നെ കിട്ടില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാനൊരു നയാ പൈസ തരില്ല. വേണ്ട. അതും പറഞ്ഞ് ഞാൻ ആ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഹാളിൽ കരഞ്ഞ കണ്ണുകളുമായി ഉമ്മ നിൽക്കുന്നത് ഞാൻ കണ്ടത്. ഉമ്മ, അയാൾ... ഞാനെല്ലാം കേട്ടു മോളെ. ഇനി എന്താ ചെയ്യുക? അവൻ പണ്ടേ അങ്ങനെയാണ്, അവൻ്റെ സ്വന്തം കാര്യം. മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മോൾക്ക് വിഷമാവുമോ? എന്താ ഉമ്മ? മോള് വേറെ ഒരു കല്യാണം കഴിക്കില്ല. ഇപ്പോൾ തന്നെ മോൾക്ക് 27 വയസ്സ് കഴിഞ്ഞു. ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം ഇല്ലാതായി. ഉമ്മ എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല മോളെ. നീ അവന് വേണ്ടത് കൊടുക്ക്. ഉമ്മ, എനിക്ക് വിഷമമുണ്ട് നിന്നോട് പറയാൻ. പട്ടിണി കിടന്ന് ചാവുന്നതിൽ നല്ലതല്ലേ? അവനാകുമ്പോൾ ആരും അറിയില്ല. ഞാനൊന്നും മിണ്ടിയില്ല. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. മോള് തീരുമാനിക്ക്. സാബി വളർന്നു വരികയാണ്, അവനെ നന്നായി നോക്കണ്ടേ? അതും പറഞ്ഞ് ഉമ്മ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ നിന്നു. ആലോചിച്ചപ്പോൾ ഉമ്മ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞാൻ ഇക്കയുടെ ആവശ്യം നിറവേറ്റാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ച് ആ റൂമിലേക്ക് പേടിച്ച് നടന്നു. ഞാൻ വാതിൽ തുറന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഇക്ക എഴുന്നേറ്റ് എന്നെ നോക്കി. എന്താ? എനിക്ക് സമ്മതമാണ്. അത് കേട്ട ഇക്ക സന്തോഷത്തിൽ എൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ചോദിച്ചു, സത്യമാണോ? അതെ, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താ? ആരും അറിയരുത്, പ്രത്യേകിച്ച് സാബി. പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പണം അത് ഞാൻ തരും. പിന്നെ ആരും അറിയില്ല. എൻ്റെ കെട്ടിയോൾ അറിഞ്ഞാൽ ഇത്തയ്ക്കറിയാലോ. അതുകൊണ്ട് ആരും അറിയാതെ നിൽക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ്. ഇത്ത എന്നോട് ക്ഷമിക്കണം, നേരത്തെ അങ്ങനെ പറഞ്ഞതിൽ. ഇത്തയെ പണ്ട് മുതൽ തന്നെ എനിക്കിഷ്ടമായിരുന്നു.
എൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്തയെ കെട്ടിയേനെ. അതും പറഞ്ഞ് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഒരന്യപുരുഷൻ്റെ സ്പർശനം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അന്ന് അയാൾ കാട്ടിക്കൂട്ടിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഒരു മരവിപ്പോടെ ഞാൻ അയാൾക്ക് കിടന്നു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. എൻ്റെ ശരീരം മാത്രമല്ല, എന്നോടും ഇഷ്ടമുണ്ട് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. പിന്നെ ഞാൻ പോലും അറിയാതെ ഞാൻ ഇക്കയെ സ്നേഹിച്ചു തുടങ്ങി. ശരിക്കും കഴിഞ്ഞ 10 വർഷം അയാൾ എനിക്ക് ഭർത്താവ് തന്നെയായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ വിലയാണ് നമ്മുടെ ഈ ജീവിതം. അതിന്നും തുടരുന്നു. എല്ലാം നിൻ്റെ നല്ല വളർച്ചയ്ക്ക് തുടങ്ങിയതായിരുന്നു. എന്നിട്ട് നീ തന്നെ ഇപ്പോൾ എന്നെ, ഇനി ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. ഉമ്മ, എനിക്കൊന്നും കേൾക്കണ്ട. അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ പോയ ഉമ്മയെ ഞാൻ പിടിച്ചു വലിച്ച് എന്നിലേക്കിട്ടു. വിടടാ. വിടാം, പക്ഷേ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് കേൾക്കേണ്ട, കേൾക്കണം. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അതിനൊരു പ്രായശ്ചിത്തം എനിക്ക് ചെയ്യണം. എന്ത് പ്രായശ്ചിത്തം? എനിക്ക് വേണ്ടി ജീവിതം വേണ്ട എന്ന് വെച്ച ഉമ്മയ്ക്ക് ഇനി അങ്ങോട്ടൊരു കൂട്ട് വേണം. ഇനി വയസ്സാം കാലത്ത് എനിക്കാരും വേണ്ട. 39 വയസ്സൊന്നും ഒരു വയസ്സല്ല. ഉമ്മയെ കെട്ടാൻ ഒരാൾ തയ്യാറാണ്. എന്നെ കെട്ടാനോ? അതെ, ഈ മകൻ തന്നെ, ഈ ഞാൻ തന്നെ എൻ്റെ ഉമ്മയ്ക്ക് ഒരു ജീവിതം തരാൻ പോവുകയാണ്. സാബി. അതെ ഉമ്മ. ഇല്ല, എനിക്ക് പറ്റില്ല. പറ്റണം, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. സാബി. ഇത്രയും സുന്ദരിയായ ഉമ്മ എന്ന് പറയുന്നതിലും ഉമ്മ എൻ്റെ പെണ്ണെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. ഇല്ല, എനിക്ക് പറ്റില്ല. കുറച്ചു മുമ്പ് ബലം പ്രയോഗിച്ചാണെങ്കിലും ഞാൻ ചെയ്തത് ഉമ്മ ആസ്വദിച്ചു. എങ്കിൽ ഇനി അങ്ങോട്ടും പറ്റും. അതും പറഞ്ഞ് സൈനുവിൻ്റെ ആ തക്കാളി ചുണ്ട് ഞാൻ സ്വന്തമാക്കി. ആദ്യമൊക്കെ അനങ്ങാതെ നിന്നുവെങ്കിലും കുറച്ചു കഴിഞ്ഞ് ഉമ്മ എന്നോട് സഹകരിക്കാൻ തുടങ്ങി. പെട്ടെന്നുമ്മ എന്നിൽ നിന്നും അകന്നു മാറി എൻ്റെ മുഖത്തേക്ക് നോക്കി. സാബി, ഇത് തെറ്റല്ലേ? ഈ തെറ്റ് നമുക്ക് ശരിയാക്കാം ഉമ്മ. എനിക്ക് ഉമ്മയെ വേണം, എൻ്റെ ഭാര്യയായി, എൻ്റെ കുട്ടികളുടെ ഉമ്മയായി. എങ്ങനെ? അതിനൊരു വഴിയുണ്ട്. ഞാൻ പറയുന്നത് ഉമ്മ ശ്രദ്ധിച്ച് കേൾക്ക്. എനിക്കും ആഗ്രഹമുണ്ട് ഒരു ഭർത്താവിൻ്റെ ചൂട് പറ്റി എന്നും കഴിയാൻ, ഇനിയും പ്രസവിക്കാൻ. പക്ഷേ നീ എൻ്റെ മോനല്ലേ. ഈ സമൂഹം അതിന് സമ്മതിക്കുമോ? ഈ സമൂഹം സമ്മതിക്കില്ല. നമുക്ക് നമ്മളെ അറിയാത്ത നാട്ടിൽ പോയി ജീവിക്കാം. അതിന് പണം വേണ്ടേ? 20 വയസ്സുള്ള നിനക്ക് ഇപ്പോൾ എന്ത് ജോലി കിട്ടാനാണ്? എങ്ങനെ നമ്മൾ ജീവിക്കും? അതിനുമ്മ വിചാരിക്കണം. ഞാനോ? അതെ, എങ്ങനെ? പറയാം. കൊച്ചാപ്പയ്ക്ക് കൊച്ചുമ്മയെ പേടിയാണ്. അത് നമുക്ക് മുതലെടുക്കാം. എന്നിട്ട് പണം വാങ്ങാം. എങ്ങനെ? കൊച്ചാപ്പയുമായി ഉമ്മ ഇതിനു മുമ്പ് അവസാനം ബന്ധപ്പെട്ടത് എപ്പോഴാണ്? 1 മാസം മുമ്പ്. അന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നോ? അന്നിക്ക നന്നായി കുടിച്ചിരുന്നു. അതാണ് കഴിഞ്ഞ മാസത്തെ പണം തരാൻ പോലും മറന്നത്. അന്ന് കുറേ ബന്ധപ്പെട്ടു, അത്രയേ ഉള്ളൂ. അത് മതി, അത് വെച്ച് കളിക്കാം. എങ്ങനെ? കൊച്ചാപ്പയെ വിളിച്ച് ഉമ്മ ഗർഭിണിയാണെന്ന് പറയുക. അപ്പോൾ കൊച്ചാപ്പ പേടിക്കും. അത് കളയാൻ നിർബന്ധിക്കും. ഉമ്മ സമ്മതിക്കരുത്. ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് പറയുക. ബാക്കി ഞാൻ ഏറ്റു. സാബി, ഇതൊക്കെ നടക്കുമോ? ഞാൻ നടത്തിക്കും. ഉമ്മയ്ക്കൊരു ജീവിതം തരേണ്ടത് എൻ്റെ കടമയാണ്. അത് കേട്ടതും ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഉമ്മയിൽ നിന്നും അപ്പോൾ എഴുന്നേറ്റു. എന്തു പറ്റി? എൻ്റെ ഉമ്മയെ എൻ്റെ ബീവിയാക്കാതെ ഇനി ഞാൻ തൊടില്ല. ഞാനത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ മുഖം വിടരുന്നത് ഞാൻ കണ്ടു. എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. 3 ദിവസങ്ങൾ കഴിഞ്ഞു. ഞങ്ങളുടെ പ്ലാനിങ് നടക്കുന്ന ദിവസം ഉമ്മ എൻ്റെ മുന്നിൽ നിന്നും കൊച്ചാപ്പയെ വിളിച്ചു. ഹലോ, എന്താ ഇത്താ? ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാൻ ഗർഭിണിയാണ്. ഗർഭിണിയോ? എങ്ങനെ? നിങ്ങളുടെ ഇക്ക മരിച്ചതിൽ പിന്നെ നിങ്ങൾ മാത്രമാണ് എന്നെ തൊട്ടത്. ഇത്ത എന്താ പറയുന്നത്? പുറത്തറിഞ്ഞാൽ നമ്മൾ 2 പേരും ചാവേണ്ടി വരും. അന്ന് കള്ളം കുടിച്ച് അലമ്പാക്കിയപ്പോൾ ആലോചിക്കണം.
അത് നമുക്ക് കളയാം. എൻ്റെ കൂട്ടുകാരൻ ഒരു ഡോക്ടറുണ്ട്. അത് പറ്റില്ല, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാനൊന്ന് തലചുറ്റി വീണു. സാബിയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവൻ അറിഞ്ഞു. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞോ? പറയേണ്ടി വന്നു. ഞാൻ പെട്ടെന്ന് ഉമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കൊച്ചാപ്പയോട് സംസാരിച്ചു. കൊച്ചാപ്പ, എന്താ തീരുമാനം? തീരുമാനമോ? എന്ത്? എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്. എൻ്റെ കുടുംബം തകരും. എല്ലാം ചെയ്തു വെക്കുമ്പോൾ ഇതൊന്നും ഓർത്തില്ലേ? എനിക്ക് പുറത്തിറങ്ങി ജീവിക്കണ്ടേ? മോനെ സാബി, നമുക്കത് കളയാം. അത് നടക്കില്ല. ഇത്ര വയസ്സായതുകൊണ്ട് കലക്കൽ പറ്റില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഞാനും ഉമ്മയും എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ. അതാ നല്ലത്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പണം കൊച്ചാപ്പ തരണം. പണമോ? അതെ. അല്ലെങ്കിൽ എൻ്റെ ഉമ്മയെ എല്ലാവരെയും അറിയി കെട്ടണം. പറ്റുമോ? അതൊരിക്കലും നടക്കില്ല. ഞാൻ പണം തരാം. അങ്ങനെ വഴിക്ക് വാ. അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിക്കും. എത്രയാണ് വേണ്ടത്? 5 കോടി. 5 കോടിയോ? അതെ. ഓക്കെ, ഞാൻ തരാം. ആരും ഒന്നും അറിയരുത്. പണം കിട്ടിയാൽ പിറ്റേ ദിവസം ഞങ്ങൾ പോകും. ഈ വീട് നിങ്ങൾ എടുത്തോ. എങ്കിൽ 2 ദിവസത്തിനകം നിൻ്റെ അക്കൗണ്ടിൽ പണം വരും. ശരി. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഞാൻ ഉമ്മയെ നോക്കി. നീ ആൾ കൊള്ളാലോ. എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയല്ലേ? ഉമ്മയോ? ഇപ്പോൾ ഉമ്മ, ഭാവിയിൽ എൻ്റെ സൈനു. അതും പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു. 2 ദിവസം കഴിഞ്ഞ് കൊച്ചാപ്പ പണം എൻ്റെ അക്കൗണ്ടിലിട്ടു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനും ഉമ്മയും കാശ്മീരിലേക്ക് വണ്ടി കയറി. ഒരാഴ്ച കൊണ്ട് അവിടെ ഒരു വീടും കുറച്ച് സ്ഥലവും ഞങ്ങൾക്ക് കിട്ടി. 1 കോടി രൂപ കൊടുത്ത് ഞങ്ങളത് വാങ്ങി. ലോഡ്ജിൽ നിന്നും ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഉമ്മ ഒരു കാമുകിയെപ്പോലെ കാറിൽ എൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. നിങ്ങൾ അമ്മയും മകനുമാണോ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. ഞാൻ ഉത്തരം പറഞ്ഞു. അല്ല, ഭാര്യയും ഭർത്താവുമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്നേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്. പ്രേമിച്ചൊളിച്ചോടിയതാണ്. പിന്നെ അയാളൊന്നും മിണ്ടിയില്ല. ഉമ്മ എന്നെ ചെറുതായി ഒന്ന് പിച്ചി. പുതിയ വീട്ടിലെത്തി എല്ലാം അടുക്കി വെച്ചു. ഞാൻ ഉമ്മയെ വിളിച്ചു. എന്താ സാബി, ഇങ്ങ് വാ. ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നു. ഇന്നു മുതൽ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കണം. ഞാൻ അന്ന് മുതൽ തന്നെ തയ്യാറായിരുന്നു. നിനക്കല്ലേ എന്നെ കെട്ടണമെന്ന്? അതെ. അതും പറഞ്ഞ് ഞാനൊരു മഹർമാല എൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്തു. എന്നിട്ട് ഉമ്മയെ നോക്കി ചിരിച്ചു. ഞാൻ ആ മാല ഉമ്മയുടെ കഴുത്തിൽ ചാർത്തി. ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്താ എൻ്റെ സൈനുവിന് പറ്റിയേ? സന്തോഷം കൊണ്ടാണ്. മകനെ ഭർത്താവായി കിട്ടാനും ഒരു ഭാഗ്യം വേണം. അതും പറഞ്ഞ് ഞാൻ ഉമ്മയെ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു. എടാ വിട്, നടു ഉളുക്കും. എൻ്റെ പെണ്ണിനെ പൊക്കിയെടുത്ത് ഉളുക്കുന്നെങ്കിൽ ഉളുക്കട്ടെ. ഞാൻ സൈനുവിനെ കട്ടിലിൽ മലർത്തി കിടത്തി. സൈനുവിൻ്റെ തടിച്ചു വെളുത്ത കാലും സ്വർണ്ണ പാദസരവും എൻ്റെ ആവേശം കൂട്ടി. എന്നെ നോക്കി കൊല്ലുമോ? ഞാൻ കടിച്ച് തിന്നട്ടെ. ഇനി നിനക്കുള്ളതല്ലേ ഞാൻ. ഉമ്മി എന്നെ 2 കൈയും നീട്ടി വിളിച്ചു. ഞാൻ ഉമ്മയുടെ സൈഡിൽ കിടന്നു. പിന്നെ ഞങ്ങൾ ഒന്നായി. ആ മുഞ്ചുള്ള മുഖത്തെ സന്തോഷം കാണണം. അവർ ആഗ്രഹിച്ച ജീവിതം കിട്ടിയപ്പോലുള്ള സന്തോഷം പോലെ തോന്നി എനിക്ക്. സൈനു സന്തോഷം കൊണ്ട് മറിഞ്ഞു കിടന്ന് എൻ്റെ നെഞ്ചത്ത് തലവെച്ച് കിടന്ന് സൈനൂട്ടി. ഞാൻ സൈനുവിൻ്റെ ആ വെളുത്ത പുറത്ത് തലോടി. സൈനൂട്ടി, എങ്ങനെയുണ്ട്? നീ ഇതൊക്കെ എവിടെ നിന്നും പഠിച്ചു? അതൊക്കെ അറിഞ്ഞു. ഞാൻ ഭാഗ്യവതിയാണ്. എനിക്കും. നിനക്ക് ആദ്യമേ എന്നോട് ഇതുപോലെ താല്പര്യം ഉണ്ടായിരുന്നോ? ഇല്ല, അന്നൊരു ദിവസം കൊണ്ടുണ്ടായതാണ്. എടാ, നിനക്ക് വേണമെങ്കിൽ നീ വേറെ കെട്ടുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് സൈനുവിനേക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീയെ ഒരിക്കലും കിട്ടില്ല സാബി. ഉമ്മ, അന്ന് ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ മറന്നു. അതെൻ്റെ അമ്മയാണെന്നോ ഞാൻ മകനാണെന്നോ എല്ലാം ഞങ്ങൾ മറന്നു. കുറച്ച് പണം കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങി. ഇപ്പോൾ നന്നായി പോകുന്നു. ഞങ്ങൾ കാശ്മീരിലെത്തിയിട്ട് 6 വർഷങ്ങൾ കഴിയുന്നു. സൈനു ഇപ്പോൾ ഗർഭിണിയാണ്. എൻ്റെ 2ാമത്തെ കുട്ടിക്ക് വേണ്ടി
മൂത്ത മകൾ ഇപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. കുറച്ച് വയസ്സ് കൂടിയെന്നല്ലാതെ ഞങ്ങളുടെ ആവേശത്തിനൊരു കുറവും വന്നിരുന്നില്ല. ഒരു ദിവസം പോലും ബന്ധപ്പെടാതിരിക്കാൻ എനിക്കും സൈനുവിനും പറ്റില്ല. ഇപ്പോഴും നമ്മൾ പ്രേമിക്കുകയാണ്. വയസ്സും ബന്ധങ്ങളുമെല്ലാം അസൂയപ്പെട്ട് ഇപ്പോഴും ഒരു മൂലയ്ക്കിരിക്കുന്നു. അടങ്ങാത്ത ആവേശത്തോടെ സൈനു എന്ന മാദകത്തിരമ്പിനെ മടുക്കാതെ ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. അപ്പോൾ എങ്ങനെ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.